My head up when I act, head up that's a fact. Never looking back, I'ma keep myself on track. Keep my head up staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to nose, I just wanna keep moving. Keep my head up when I act, head up that's a fact. Tell my thoughts to move along. Push myself to be the best, die with no regrets, live with ഹായ്, വെൽക്കം ബാക്ക് ടു സിറാജ് പർപ്പിൾ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സിറാജ് പർപ്പിൾ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മലയാള സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായ ഒറ്റപ്പാലത്തേക്കുള്ള യാത്രയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒറ്റപ്പാലത്തേക്കുള്ള യാത്രയിൽ 3 അംഗങ്ങളാണുള്ളത്. ഇതിന് പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിച്ച് വളർന്ന ഒത്തൊരുമിച്ച് പഠിച്ച ആ ഒരു കൂട്ടായ്മയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് കുറ്റിപ്പൊന്ത, എടയാട്ട് പറമ്പ് കുറ്റിപ്പൊന്ത. ആ കുറ്റിപ്പൊന്തയിലെ അംഗങ്ങളാണ് ഇന്ന് നമ്മളൊപ്പം യാത്രയിലുള്ളത്. നമ്മുടെ ജോഹർ, നമ്മുടെ കുറ്റിപ്പൊന്ത ക്യാപ്റ്റനാണ്. അതുപോലെ ഞങ്ങളുടെ മറ്റൊരു അംഗം മുനീർ. ഒരാൾ പറയും മുനീർ. ആ മുനീർ ഞങ്ങളുടെ ഒരുമിച്ച് കളിച്ച് വളർന്നുകൂടെ ഒരു സുഹൃത്താണ്. നിസാമ് ഒരാൾ പറഞ്ഞു. അപ്പം നിസാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊട്ടടുത്ത് വീട്, അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ ചുള്ളിയും പടിയും ക്രിക്കറ്റും ഫുട്ബോളും കോട്ടിക്കളിയും ഒക്കെ ഒരുമിച്ച് കളിച്ച കുട്ടിക്കാല സുഹൃത്തും, അതുപോലെ 1 മുതൽ 4 വരെ പ്രൈമറി പഠനം 1 മുതൽ 4 വരെ ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച സഹപാഠിയും കൂടിയാണ്. അതായത് ഒറ്റപ്പാലം പറഞ്ഞാൽ നമുക്കറിയാം മലയാള സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇല്ലം എന്നറിയപ്പെടുന്ന ഒറ്റപ്പാലത്തേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ എല്ലാവരും യാത്രയിലുടനീളം വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. പോകുന്ന വഴിക്ക് പുലാമന്തോളിൽ നല്ല കരുമ്പ് ജ്യൂസ്, അതുപോലെ നാടൻ നന്നാരി സർബത്ത്, നാടൻ മോര് കേട്ടോ. അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാച്ചിട്ട് ഇറങ്ങിയതാണ്. സോമ, അതിൻ്റെ ഫേവറേറ്റ്. നല്ല ഇളനീരൊക്കെ ഉണ്ടല്ലോ. ഇളനീ വാങ്ങണ്ട, പൊളിക്കും. നല്ല കരിമ്പ് ജ്യൂസ് കുടിക്കാം. എങ്ങനെയുണ്ട് എം പി അതിൻ്റെ ടേസ്റ്റ്? ഭയങ്കര മധുരമുണ്ട്. അറിയില്ല, അടിപൊളിയല്ലേ? ഹെൽത്തി അല്ലേ, നാച്ചുറൽ സാധനമല്ലേ ഉണ്ടാവുക. കുടിക്ക്. എങ്ങനെയുണ്ട്? പൊളി. അതായത് എൻ്റെ ഫേവറേറ്റ് ആണിത്, പൈനാപ്പിൾ. ഉഷാറല്ലേ? ആയിക്കോട്ടെ, നല്ല ക്ലാസ് ആണ് അത്. അടിപൊളിയാ, സൂപ്പറായി. ഓക്കെ, ഉറപ്പിക്കല്ലേ? ലാസ്റ്റ് താത്തി കൂട്ടിക്കോ. നോക്കിയാ എം പി നോക്കിയാ വാ വാ. ഇത് അടിപൊളി, ഇത് ഉറപ്പിച്ചാ. തിക്കാശ്ശേരിമനയിലോട്ട് നമ്മുടെ ആദ്യത്തെ യാത്ര. തിക്കാശ്ശേരിമന എന്ന് പറയുന്നത് ഒരുപാട് മലയാള സിനിമയിൽ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ്. അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ വരിക്കാശ്ശേരിമന സന്ദർശിച്ചതിന് ശേഷം മറ്റു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരിക്കാശ്ശേരിമന എത്തിയിട്ടുണ്ട്. പാടമ്പി, അതുപോലെ മമ്മൂട്ടിയുടെ രാപ്പകലൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു മലയാണ് ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നത്. ഏകദേശം ഇവിടെ പാർക്ക് ഏരിയ ആണ് കേട്ടോ.
love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Yeah, I put out all this art, it's my only medicine. Yeah, everything I do, I'm just being genuine. Yeah, I'm sick of being screwed, feel my own adrenaline. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മലയാളത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മനയിലേക്ക് ഏകദേശം വിസിറ്റേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 11:30 ഈ സമയത്താണ് വിസിറ്റേഴ്സൊക്കെ കൂടുതൽ വരുന്നത്. പാസ് ഉണ്ട് കേട്ടോ, 30 രൂപ വേണം. പ്രവേശന കവാടത്തിൽ പാസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കഥകൾക്ക് രൂപം കൊണ്ടിട്ടുള്ള ഈ വരിക്കാശ്ശേരി മനയുടെ മുറ്റത്ത് നിന്ന് ഈ അതിമനോഹരമായിട്ടുള്ള മേൽക്കുറയോട് കൂടി കാണുന്ന ആനയെ നിർത്തിയിരുന്ന, അതായത് ആനക്കൂട്ടിൽ എന്നറിയപ്പെടുന്ന ആനയായിട്ട് നിർത്തിയിരുന്ന ഒരു ഇടമായിരുന്നു. ഇപ്പോൾ ഇത് പുരക്കൽ കളരിപ്പയറ്റി അതുപോലെ അതൊക്കെ അഭ്യസിപ്പിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമ്മൾ അതിവിശാലമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വളരെ സ്ട്രെങ്തോട് കൂടിയുള്ള വളരെ സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു മേൽക്കുറയോട് കൂടിയിട്ടുള്ള ഒരു ഇടം, നല്ല വിശാലമായിട്ടുള്ള ഇടമാണ്. ഇപ്പോൾ ഇത് കളരിയൊക്കെ അഭ്യസിപ്പിക്കുന്ന ഇടം കൂടി ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഈ മനയുടെ ഉൾഭാഗമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ മനയുടെ നടുമുറ്റം. ഒരുപാട് മലയാള സിനിമകളിൽ പാട്ടുരംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വളരെ പ്രത്യേകത നിറഞ്ഞൊരു നടുമുറ്റാണ്. ആ മാടമ്പിയിലെ ആ പാട്ടുരംഗമൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരികയാണ് ഇത് കാണുമ്പോൾ. പേടിച്ച. അപ്പോൾ ഇതാണ് നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന ഈ പ്രേത സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നിട്ടുള്ള ആ ഒരു ഇടം. ഒരുപാട് പ്രേതങ്ങൾ, അതായത് ആത്മാക്കളൊക്കെ ഇപ്പോൾ ഉണ്ടാവും കേട്ടോ ആ സിനിമയിൽ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, പ്രേതത്തിൻ്റെ ആത്മാക്കൾ കൂടെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതാണ് ഒരു ഒട്ടുമിക്ക സിനിമയിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ആ ഒരു ഭാഗം കൂടിയാണ് ഈ കാണുന്ന ഈ ഭാഗം. കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു വല്ലാത്തൊരു ഹൊററായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. സത്യത്തിൽ ഒറ്റക്കൊക്കെ വരാൻ പേടിയാട്ടോ അവിടെ.
ഇത് ഈ മലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. അതൊരു ഭാഗം, അതായത് വാഷിംഗ് അതുപോലെ കിച്ചണൊക്കെ ആയിട്ട് ഉപയോഗിച്ച ഒരു ഏരിയ ആയിരുന്നു. കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ അതിപുരാതനമായിട്ടുള്ള വളരെ ഒരു പുരാതനമായ ഒരു കിണർ ഇവിടെ ഉണ്ട് ഇപ്പോഴും. ഇതിൽ പണ്ടൊക്കെ നമുക്കറിയാം, ഇപ്പോൾ ഒന്നും ഇവിടെ കാണുന്നില്ല. ഇതിങ്ങനെ കറക്കിയിട്ട് ഇത് അതുപോലെ ഇതിൽ കപ്പിയൊക്കെ ഇട്ടിട്ട് വെള്ളം കോരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും ആ തനിമയോട് കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇതാ അന്നത്തെ നമ്മൾ ഇതൊക്കെ ഇട്ട് കറക്കിയിരുന്നതാണ്. അന്നത്തെ ഇതിൽ ഇരുന്നിട്ടായിരുന്നു ഇങ്ങനെ ആട്ടിരുന്നത്. ഇതൊക്കെ ഇങ്ങനെ അന്നൊക്കെ ഇങ്ങനെയായിരുന്നു പറഞ്ഞില്ലേ, അത് കാണുന്ന ഗ്രൈൻഡറൊക്കെ ഇതായിരുന്നു. ഇതൊക്കെ കറക്കിയിട്ടായിരുന്നു അത് അരച്ചിരുന്നത്. അടുപ്പിന്റെ വലിപ്പം കണ്ടില്ലേ? ഈ ഭാഗത്ത് ഇത് കിച്ചണായിരുന്നു. കിച്ചണായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗം. നമുക്കറിയാം 3 അടുപ്പ് നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ നമ്മൾ മന്തി അടുപ്പ് പോലെ മാറി തോന്നി. പക്ഷെ മന്തി അടുപ്പല്ല. അന്നത്തെ ഒക്കെ വലിയ കുടുംബങ്ങളാകുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വലിയ കരൊക്കെ വെച്ച് തിളപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വലിയ സൗകര്യത്തോടു കൂടിയ വലിയ അടുപ്പുകൾ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ അടുപ്പ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ അന്നത്തെ ആ തനിമ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്നും ഒരു നഷ്ടം വരാതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ രാപ്പകല് അത് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലൊക്കേഷനാണത്. ഫുൾബാക്ക് എല്ലാവരും കാണാം. ഇത് കാണുമ്പോൾ നമുക്ക് ഓരോ സിനിമയുടെ ഓരോ ഭാഗവും മനസ്സിലേക്ക് ഓർമ്മയിൽ വരും. ഹായ്, എങ്ങനെയുണ്ട് ജോഫറെ? അടിപൊളി അല്ലേ? നമുക്കിവിടെ രാപ്പകലിനൊക്കെയുള്ള പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഈ ഭാഗം. ഈ ഭാഗത്ത് വെച്ചാണ് പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ. ഏതായാലും മൊത്തത്തിൽ ഒരു ടോട്ടലി ഒരു പരമ്പരാഗതല്ലേ, ആ പഴമ നിറഞ്ഞ ഒരു അതേ ഒന്നും നഷ്ടപ്പെടാണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെയുണ്ടല്ലേ? സ്റ്റാർ കേസാണ്, അതായത് ഒരു കോണിൻ്റെ അതെ വളരെ ചുരുങ്ങിയ സ്ഥലത്താണിത്. വളരെ റൗണ്ടിൽ വളരെ ഒരു കാണാൻ പ്രത്യേക രസമുള്ള ഒരു കോണി. ഒരു സംഭവം ജോഫർ എങ്ങനെയുണ്ട്? ആ ഒന്നുണ്ട് ഇറങ്ങിക്കാണി. ഇറങ്ങാൻ കഴിയുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലേ? പക്ഷെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ കേട്ടോ. അല്ലെങ്കിൽ ചെറിയ സ്റ്റെപ്പാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റ റൗണ്ട് തന്നെ അല്ലേ? ജോഫറിനെ കാണാൻ അടിയിലെത്തിയോ? ഒരു കിണറ്റിൽ ഇറങ്ങി പോകുന്ന മാതിരിയുണ്ട് കാണുമ്പോൾ. ഈ മനയിലുള്ള ഒരു ക്ഷേത്രക്കുളം ആണ് ഈ അണിക്കുന്നത്. ആദ്യമൊക്കെ അലൗഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ആദ്യമൊക്കെ ഇറങ്ങിയിട്ട് സ്റ്റെപ്പിലൊക്കെ ഇരിക്കാമായിരുന്നു. ഒരുപാട് സിനിമയിലെ പാട്ടുരംഗത്തിലൊക്കെ ഉണ്ട് ഈ കുളം. ഇവിടെ വെച്ചൊക്കെ ഒരുപാട് റൊമാൻറ്റിക് സീനുകൾക്കൊക്കെ അതുപോലെ ലവ് സ്റ്റോറികൾക്കൊക്കെ ഇടം നൽകിയിട്ടുള്ളൊരു കുളമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ വരിക്കാശ്ശേരി മനയുടെ എല്ലാ ഭാഗവും ഏകദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, നമ്മൾ അന്നത്തെ ആ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അന്നത്തെ ആ വലിയ കുടുംബം അല്ലെങ്കിൽ ആ വലിയ തറവാട് ജീവിച്ചിരുന്ന അതേപോലെ തന്നെ ഈ മനയിൽ ഇന്നും ആ ഒരു പഴമ നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതുപോലെ ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. Gotta get through it, and the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never